പടത്തിന്റെ മേക്കിംഗ് ആണോ അല്ലെങ്കിൽ അവരുടെ കാസ്റ്റ് ആണോ അല്ലെങ്കിൽ അതിൽ ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണോ? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് പാട്ടുകളാണ്. പാട്ടുകളും അതിനകത്ത് സീൻസും വളരെ ഇഷ്ടമായി. ഒരു ടോണി വന്ന് കാണും തീർച്ചയായിട്ടും. പെർഫോമൻസ് ഒക്കെ നന്നായിട്ടുണ്ട്. വളരെ സട്ടിലായിട്ട് ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ മൂവിയാണ്. മിക്കപ്പോഴും എനിക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റാറില്ല, കുഞ്ഞു മോനെയൊന്നും കൊണ്ടുവരാൻ പറ്റാറില്ല ഫോർ സം മൂവീസ്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം ഷുവർ ദറ്റ് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റും, ഈവൻ സ്മോൾ കിഡ്സ് ഫാമിലിക്കും. പിന്നെ എസ്പെഷ്യലി ഡ്യൂറിങ് വെക്കേഷൻ ഇറ്റ്സ് എ വെരി സട്ടിൽ മൂവി വിച്ച് യു ക്യാൻ വാച്ച് വിത്ത് ദ ഫാമിലി. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. വിൻസി അലോഷ്യസ് ഇസ് ഓസം, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾ ദ ക്യാരക്ടേഴ്സ് വളരെ സട്ടിൽ ആൻഡ് യുനോ ഫാമിലിക്ക് ഒരു റിഫ്രഷിങ് ആൻഡ് ഒരു സൂതിങ് ഫിലിം. ആ ഒരു തിയേറ്ററിൽ വരുന്ന ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അതെന്തായാലും യു വിൽ ഗെറ്റ് ദറ്റ് വർത്ത് ഇറ്റ്. I don't know, everyone had like a very nice meter that the director has captured. Everyone's got like a very funny, relatable like meter to the film itself. It's not your ordinary. It's not a very realistic film. It's a little more, you know, in a fun space. അടിപൊളിയായിരുന്നു. നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടോ? ഓ, ഇഷ്ടമായി, തീർച്ചയായിട്ടും ഇഷ്ടമായി. വളരെ ഇഷ്ടപ്പെട്ട മൂവിയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മൂവി, ഫാമിലി ആയിട്ട് എല്ലാവർക്കും വന്ന് കണ്ട് ഇഷ്ടപ്പെടാൻ പറ്റുന്ന സോറി ഭയങ്കര രസമുള്ള പെർഫോമൻസ് എല്ലാവരുടെയും. ഭയങ്കര രസമായിട്ടുണ്ട്. വിൻസി, ശ്രുതി, ഇന്ദ്രജിത്ത്, സർജാനോ, കുട്ടി എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പടം അടിപൊളിയാണ്. നല്ലൊരു എൻ്റർടൈനറാണ് പടം. ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ത്രൂ ഔട്ട് ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രൂ ഔട്ട് അടിപൊളി. പിന്നെ ഫാമിലിക്ക് ഒരുപാട് കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. നല്ല മൂവിയാണ്. എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു. വിൻസി ഒരു രക്ഷയില്ല. നല്ല നല്ല പടമായിരുന്നു. എല്ലാം ഉണ്ട്. ഫാമിലിക്ക് പറ്റിയ നല്ല മൂവിയാണ്. എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. അതെ അതെ, എൻജോയ് ചെയ്തു. നല്ല രസമുണ്ട് ക്യാരക്ടർ. അടിപൊളിയായിരുന്നു. ഐ മീൻ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴല്ലേ എല്ലാവരെയും മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ റിയാക്ഷൻസ് അറിയാൻ ഞാൻ എക്സൈറ്റഡ് ആണ്. ഞാൻ സിനിമ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓഡിയൻസിൻ്റെ റിയാക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ല, ഇറ്റ്സ് കോംപ്ലിക്കേറ്റഡ് അല്ല. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്ലോട്ട്, ഈസി ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, അടി ഇടി കുത്ത് ഒന്നുമില്ല. വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള സീക്വൻസസ് ഒന്നുമില്ല. വളരെ ഒരു ചിൽ വൈബിലുള്ളൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സിനിമ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും എനിക്ക് ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പല പ്രൊമോഷൻസിലും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ നാല് പേര് തമ്മിലൊരു പ്രത്യേകതരം കെമിസ്ട്രി വർക്കൗട്ട് ആവുന്നതായിരുന്നു. അപ്പോൾ അത് വിത്ത് ദ ടൈം, ഐ മീൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ബിൽഡായി വന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് സിനിമയിൽ അത് വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഇറ്റ് ഇസ് സക്സസ്ഫുൾ. മിസ് ചെയ്തിരുന്നു. ഈ സിനിമയിലൂടെ മേ ബി അത് നിങ്ങൾക്ക് എല്ലാവർക്കും ആ മിസ്സിങ് മാറിക്കിട്ടും. ആബ്സല്യൂട്ട്ലി. ഇത് ഐ മീൻ ഒരു സിമ്പിൾ കഥയാണെങ്കിലും ഒരു വലിയ ക്യാൻവസിൽ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ അത് ഒരു ഗ്രൂപ്പായിട്ട് വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. ലൈറ്റ് സിനിമ. ഓക്കെ, ഒരു ഫെഡപ്പ് എനിക്ക് ഫീൽ ചെയ്തു. അതാണ് എൻ്റെ സത്യം. ഫെഡപ്പ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളെ റിപ്പീറ്റഡായിട്ട് കാണുമ്പോഴത്തേക്കും ഇന്നും ഇരുന്ന് കണ്ടു. ഞങ്ങളല്ലാതെ ഒരു മിനിമം ഓഡിയൻസ് വെച്ചിട്ട് ഞങ്ങൾ കണ്ടു, അവരുടെ റെസ്പോൺസ് അറിയാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് വലിയൊരു ഓഡിയൻസിൽ ഇരുന്ന് കണ്ടു. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഗുഡ് ഗെയിം. ഐ ക്യാൻ പ്രൗഡ്ലി സേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിമാനത്തോടുകൂടി പറയാൻ എൻ്റെ ഒരു സെക്കൻഡ് ജനറേഷൻ ഞാൻ വാർത്തെടുത്തു എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. അത് ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ. താങ്ക് യു. നല്ല സൂപ്പറായി. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതിനേക്കാളും എനിക്കിഷ്ടമായി. ഇപ്പം ഓഡിയൻസ് എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ നല്ലൊരു സൂപ്പറായി. ഇന്ദ്രജിത് മാമയോടുള്ള എക്സ്പീരിയൻസ് കേമായിരുന്നു. എനിക്ക് ഇന്ദ്രജിത് മാമയുടെ നല്ല ഇഷ്ടമുള്ളൊരു ആക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അത്യാവശ്യം നല്ലൊരു റോള് ചെയ്യാൻ പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ തന്നെ നല്ല സന്തോഷമായി. പിന്നെ ചെയ്യുമ്പോഴൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓ നല്ല ഹാപ്പിയായി. എല്ലാവർക്കും ഈ പടം ഇഷ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും നാളെ തന്നെ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. മാനവില്യൻ ഗോപുരൊക്കെ ശരി. നല്ല സിനിമയാണ്. ഒരു വിത്ത് ഫാമിലി എല്ലാവർക്കും അതിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫൺ എൻ്റർടൈനർ നല്ല മൂവിയായിരുന്നു. ഇന്ദ്രേട്ടനൊരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ കണ്ട് കുറച്ച് നാളായി. അപ്പം ആ രീതിയിൽ അദ്ദേഹം വീണ്ടും ഒരു പഴയ ഇന്ദ്രേട്ടനൊക്കെ തിരിച്ചു കണ്ട ഒരു സന്തോഷമുണ്ട് ഓൺ സ്ക്രീനിൽ. എല്ലാവരും തന്നെ, എല്ലാ ആക്ടേഴ്സും തന്നെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ പാർട്ടുകൾ. ഒരു ഫാമിലി ഫൺ എൻ്റർടൈനറാണ്. എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ എൻ്റെ ഒരു അണ്ടർലൈൻ എന്ന് പറയുന്ന ചില സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. എങ്കിലും രസമായിട്ടുള്ളൊരു സിനിമയാണ്. യെസ് അങ്ങനെ കണ്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമ. നല്ല സോങ്സ് ഉള്ള ഒരു സിനിമയാണ്. പേര് പോലെ തന്നെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ്. വിദ്യാസാഗർ സാറിൻ്റെ പാട്ടുകൾ കുറേ നാൾക്ക് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചു കിട്ടിയിട്ടുള്ള സിനിമ കൂടിയാണ്. ഹായ്, നമസ്കാരം. നിങ്ങൾക്ക് എന്ത് തോന്നി? ഞാനല്ലോ പറയുന്നത്. ഞാൻ എൻജോയ് ചെയ്തു. ഒരു ഫീൽ ഗുഡ്. എല്ലാവർക്കും പ്രത്യേകിച്ച് എനിക്കൊന്ന് ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്ന സിനിമയായിട്ടാണ് തോന്നിയത്. പിന്നെ ഞാനെന്താ ഇപ്പോൾ പറയാം, ഞാനതിൽ അഭിനയിച്ചല്ലേ, നിങ്ങളല്ലേ പറയണ്ടേ. ചിരിച്ചിട്ടുണ്ട്. കുറേ അവസാനത്തെ പോർഷൻസൊക്കെ വിചാരിച്ച പോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതെ, അല്ല അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് എങ്ങനെയാ ഫീൽ ചെയ്തത്? താങ്ക് യു. അപ്പം നാളെയാണ് പടം ഇറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമ കാണുക, തിയേറ്ററിൽ ഫാമിലി ആയിട്ട് കൂട്ടി പോയി കാണാൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എസ്പെഷ്യലി നമ്മുടെ വെക്കേഷൻ ടൈം. സോ കുട്ടികൾക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്, തമാശയുണ്ട്. നല്ല ഫാമിലി എൻ്റർടൈനറാണ്. എല്ലാവരും കാണും. താങ്ക് യു. എല്ലാവരും നന്നായി ചെയ്തു. വെൻസി പൊളിയാണ്. വെൻസി അടിപൊളിയാണ്. നല്ല ടൈമിങ് കിക്കിടുവാണ്. വളരെ നല്ല പ്രതികരണമാണ്. ഇത് നല്ലൊരു ടീമിൻ്റെ കഴിഞ്ഞ 2-3 വർഷത്തെ എഫേർട്ടാണ്. നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് ഇതിന് എല്ലാവരും. അതിൻ്റെ ഒരു റിസൾട്ട് ഇപ്പോൾ ഫൈനലി തിയേറ്ററിൽ പ്രിവ്യൂവിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആ ഒരു വൈബ് കിട്ടുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നാളെ മുതൽ എല്ലാവരും സ്വീകരിക്കുക, കുടുംബമായിട്ട് തിയേറ്ററിൽ പോയി കാണുക. തീർച്ചയായിട്ടും ഒരു ഫാമിലി എൻ്റർടൈനർ, ഏത് ജോണറാണ് നമ്മൾ പറയുന്നത് ആ ജോണറിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നൊരു സിനിമയാണ്. കുടുംബങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ വരേണ്ടത്, വന്ന് ആസ്വദിക്കേണ്ടത്. ബാക്കി അഭിപ്രായങ്ങളായിട്ട് അറിയിക്കുക. താങ്ക് യു. മൊമെൻറ്റുകളാണ് ബേസിക്കലി. കുറേ മൊമെൻറ്റുകളാണ് ഈ സിനിമയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. 4 കഥാപാത്രങ്ങളും 4 പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാവരും ഡേ ടു ഡേ ലൈഫിൽ അനുഭവിക്കുന്ന തരം പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഇവർ ഓരോരുത്തരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്യാരക്ടറായിട്ട് തീർച്ചയായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ് എൻ്റെ സക്സസ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇന്ദ്രേട്ടനെ. കാരണം ഇന്ദ്രേട്ടനെ കൊണ്ട് ഒരു ഫുൾ ലെങ്ത് ഹ്യൂമർ ക്യാരക്ടർ ചെയ്യിക്കാൻ സാധിച്ചത്. ഞാനൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഇന്ദ്രേട്ടനാണത്. ഇന്ദ്രേട്ടൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്ദ്രേട്ടനാണത്. ഐ മീൻ ഞങ്ങൾ ഫസ്റ്റ് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രമോദാണ് നരേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇന്ദ്രേട്ടൻ ആഗ്രഹിച്ചിരുന്ന തരം ഒരു കഥാപാത്രമാണ് എന്ന് അപ്പോഴേ ഇന്ദ്രേട്ടൻ പറഞ്ഞു. ആൻഡ് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.